ഞാൻ പ്രിയയുടെ കണ്ണുകളും നിറഞ്ഞു. നീ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. എനിക്കറിയാം ഈ മൊമെന്റ് ഇങ്ങനെയാണെന്ന്. സ്വയം തിരിച്ചറിയുന്ന നിമിഷം അതത്രയും പെയിൻഫുള്ളാണെന്ന്. ഇറ്റ്സ് ഹാർഡ് ടൈം. ഞാനും അനുഭവിച്ചതാണ്. നിന്നെ എനിക്ക് നഷ്ടമാവരുത് എന്ന് കരുതിയിട്ടാ ഞാൻ എൻ്റെ ഇഷ്ടം തുറന്ന് പ്രകടിപ്പിക്കാത്തത്. ഞാൻ മനസ്സിലാക്കിയില്ല നിന്നെ. വീട്ടിലേക്ക് പോകുന്ന വഴിയില വാർഡൻ എന്നെ വിളിക്കുന്നത്. ഹൃദയം നിന്നു പോയടാ കുഞ്ഞെ. സോറി ചേച്ചി. എല്ലാം കൂടി ഒരു നിമിഷം കൈവിട്ടുപോയി. അപ്പോ ചേച്ചിയും? അതേടാ, ഞാനും നിന്നെ പോലെ തന്നെയാണ്. അവർ രണ്ടുപേരും പരസ്പരം പുണർന്ന് മിഴികൾ നിറഞ്ഞൊഴുകി. അപ്പോഴാണ് തീർത്ഥ അവിടെയുണ്ടെന്ന കാര്യം രണ്ടാളും ഓർത്തത്. അവൾ ചിരിയോടെ കൈകെട്ടി അവരെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ആളെ മനസ്സിലായല്ലോ അല്ലേ? മനസ്സിലായി. ഇവൾ കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ ചേച്ചി ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. ആണോ? പിന്നെ ഞാനും നിന്നെ പോലെയാണെന്ന് എന്തിനാ മോള് പറഞ്ഞത്? രക്ഷയോട് തീർത്ത് ചോദിച്ചു. അത് ചേച്ചി, നിങ്ങളും മനുഷ്യരാണ്. അതിനപ്പുറത്തേക്ക് മാറ്റി നിർത്തേണ്ടപ്പെടേണ്ടവരുമല്ല. ഇവിടെ പ്രണയമാണ്. അത് ആരിലും ഉണ്ടാകും, ആരോടും. നിങ്ങൾക്ക് പരസ്പരം പ്രണയം തോന്നിയെന്ന് വെച്ച് നിങ്ങൾ മനുഷ്യരല്ലാതാകുമോ? ഇല്ല. എന്നോ ഇത്തരത്തിലെ വികാരങ്ങൾ ആൾക്കാർ തിരിച്ചറിഞ്ഞു കാണണം. പക്ഷേ ഭയം അതുമാത്രമാകും. പിന്നെ അറിവില്ലായ്മയും. ഒരുപാട് പേര് ആഗ്രഹിച്ചത് നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും. ഭാവി ഓർത്തിട്ട്, കുടുംബത്തെ ഓർത്തിട്ട് സ്വയം ഉരുകിക്കഴിഞ്ഞു കാണും. പ്രണയം ഏതുമില്ലാതെ മനസ്സിന് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിൽ ലൈംഗികതയിൽ ഏർപ്പെടേണ്ടി വന്നിരിക്കാം. അവരുടെ പേരുകൾക്ക് താഴെ നിങ്ങളുടേത് ഒരിക്കലും എഴുതപ്പെടരുത്. ധൈര്യത്തോടെ നിൽക്കണം. നിങ്ങളുടെ ജീവിതമാണ്, പ്രണയമാണ്. സ്വയം അപകർഷത തോന്നേണ്ട യാതൊരു കാര്യവുമില്ല കേട്ടോ. ഓവ് ചേച്ചി. പെട്ടെന്ന് പ്രിയയുടെ വിളി കേട്ട് അവർ രണ്ടുപേരും തിരിഞ്ഞു നോക്കി. അവളുടെ മുഖത്തെ പരിഭ്രാന്തി കണ്ട് അവർ ഒന്ന് പകച്ചു. എന്തു പറ്റിയടാ? ചേച്ചി, എൻ്റെ വീട്ടിലെങ്ങാനും ഇതറിഞ്ഞാൽ? അപ്പോൾ ആ മുറിയുടെ പുറത്തു നിന്നൊരു വ്യക്തി ഒരു നമ്പറിലേക്ക് ഡയൽ ചെയ്തുകൊണ്ടിരുന്നു. അർജുൻ ദിവാകറിനെ വിളിച്ച് കാര്യമൊക്കെ പറഞ്ഞു. ദിവാകർ ജ്വാലയോടും സംസാരിച്ചു. എന്തും ഓപ്പണായി പറയുന്ന അവളെ അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു. അവൻ അമ്മയെ വിളിക്കാൻ ഓർത്തെങ്കിലും ചെന്നു പറയുന്നതാവും നല്ലതെന്ന് അവന് തോന്നി. അവർ നേരെ മഠത്തിൽ തറവാടിലേക്ക് പോയി. പോകുന്ന വഴിയിൽ തങ്ങളെ ആരോ പിന്തുടരുന്നത് പോലെ അവന് തോന്നി. അവൻ കാർ കൂടുതൽ വേഗതയിൽ പായിച്ചു. ഗേറ്റിന് മുന്നിലെത്തി ഹോൺ മുഴക്കിയതും ഗേറ്റ് കീപ്പർ വന്ന് തുറന്നു കൊടുത്തു. അവൻ കാർ ഗ്യാരേജിൽ പാർക്ക് ചെയ്തു. അവന്റെ തോളിൽ ചാരി ഉറങ്ങുന്ന ജ്വാലയെ അവൻ ഉണർത്തി. ഇറങ്ങിക്കോ. അവൾ ഒന്ന് ചിണുങ്ങിക്കൊണ്ട് കണ്ണുകൾ ഇറുക്ക ചിമ്മി എഴുന്നേറ്റു. ഗ്യാരേജിലെ ആഡംബര വാഹനങ്ങൾ കണ്ട് അവളൊന്ന് നോക്കി നിന്നു. എന്നിട്ട് മെല്ലെ പുറത്തേക്കിറങ്ങി. അവർ രണ്ടുപേരും വീടിന് മുന്നിലെത്തി കോളിംഗ് ബെൽ അമർത്തി. അർജുൻ കൈകളൊക്കെ കൂട്ടിത്തിരുമ്മി നിന്നു. ജ്വാലയ്ക്ക് ഒരു കുലുക്കവും ഉണ്ടായിരുന്നില്ല. ലേഖ വന്ന് വാതിൽ തുറന്ന് അർജുനെ കണ്ടെന്തോ പറയാനാഞ്ഞതും അടുത്തു നിൽക്കുന്ന ജ്വാലയെ കണ്ട് അവർ ഒന്ന് നോക്കി. ആരാടാ ഇത്? അർജുൻ വെളുക്കനെ ഒന്ന് ചിരിച്ചു. അമ്മേ, ഇത് ജ്വാല, എൻ്റെ ഭാര്യയാണ്. അമ്മ ഞങ്ങളെ അനുഗ്രഹിക്കണം. അവരുടെ കണ്ണ് തള്ളിപ്പോയി. തലേ ദിവസം രാത്രി ഭക്ഷണം കഴിഞ്ഞ് ഗുഡ് നൈറ്റ് പറഞ്ഞിട്ട് പോയവൻ പിറ്റേന്ന് രാവിലെ ഒരു പെണ്ണിനെയും കൊണ്ട് മുറ്റത്ത് വന്നു നിൽക്കുന്നു. ലേഖ അവനെ ഒരൊറ്റയാട്ട്. അപ്പോഴാണ് ഒരു പൊട്ടിച്ചിരി കേട്ടത്. രഞ്ജിത്ത് പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവിടേക്ക് വന്നു. അർജുൻ രഞ്ജിത്തിനെ നോക്കി പല്ല് കടിച്ചു. അർജുന്റെ തത്തിക്കളി കണ്ട് ജ്വാലയ്ക്ക് ചിരി പൊട്ടി. ആന്റി, കുറച്ച് പറയാനുണ്ട്. ഞങ്ങൾ കയറിക്കോട്ടെ? ജ്വാല പറഞ്ഞത് കേട്ട് ലേഖ യാന്ത്രികമായി തലയാട്ടി. അവർ ഉള്ളിലേക്ക് കയറി. അവൾ ലേഖയോട് നടന്നതൊക്കെ പറഞ്ഞു. ലേഖ എല്ലാം കേൾക്കുന്നുമുണ്ട്. അതിനിടയിൽ ജ്വാലയെ നിരീക്ഷിക്കുന്നുമുണ്ട്. ഇതൊക്കെയാണ് സംഭവിച്ചത്. ഇതൊന്നും അർജുൻ്റെയോ എന്റെയോ തെറ്റായിരുന്നില്ല ആന്റി. പിന്നെ ആന്റിയെന്ന് വിളിക്കുന്നതിൽ ഒന്നും തോന്നരുത്. പൊരുത്തപ്പെട്ടു വരുന്നതേ ഉള്ളൂ. കഴിവതും ശ്രമിക്കാം. എല്ലാം ധൈര്യപൂർവ്വം തുറന്ന് സംസാരിക്കുന്ന അവളെ ലേഖയ്ക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. അർജുൻ അവൾക്ക് ഫ്രഷ് ആവാൻ അർജുൻ്റെ മുറി കാണിച്ചു കൊടുത്തു. അപ്പോൾ അവരുടെ വീടിന് പുറത്ത് പാർക്ക് ചെയ്തിരുന്ന BMW-യിലിരുന്ന ഒരാൾ ഒരു നമ്പറിലേക്ക് ടെക്സ്റ്റ് ചെയ്തു. അങ്ങകലെ ആ ടെക്സ്റ്റ് കിട്ടിയ ആൾ തൻ്റെ മുന്നിലിരിക്കുന്ന വ്യക്തിക്ക് ആ ടെക്സ്റ്റ് മെസ്സേജ് ഡീകോഡ് ചെയ്ത് പറഞ്ഞു കൊടുത്തു. സർ, ഫോർ നൗ എവറിത്തിങ് ഈസ് ഫൈൻ. ഷീ ഈസ് സേഫ്.
Souls? From her own guards and our secret souls tiger. She would be at any cost. If anything happened to her, I am answerable to them even though she is our citizen. So don't make mistakes like earlier and inform her too she is safe. Is that clear? Yes, sir. ആ വ്യക്തി ഒന്ന് മൂളിക്കൊണ്ട് അവിടുന്ന് എഴുന്നേറ്റ് ഒരു ക്യാബിനുള്ളിലേക്ക് കയറി. ആ ക്യാബിന് മുന്നിൽ നിന്ന് സ്വർണ്ണലിപികളിൽ ഒരു പേരെഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എസ് ചന്ദ്രശേഖർ, ഫോറിൻ അഫയേഴ്സ് സെക്രട്ടറി, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. അതേസമയം അദ്ദേഹത്തിന്റെ ഫോണിൽ നിന്ന് ഒരു കോള് പോയി. അത് കണക്ട് ആയത് രാജസ്ഥാനിലെ മേവാർ കൊട്ടാരത്തിലേക്കായിരുന്നു. ഹലോ, എന്താണ് സ്റ്റാറ്റസ്? സേഫാണ്. ഓക്കെ. മറുവശത്ത് ആ കോള് കട്ടായി. ഹർഷൻ ഭദ്രയെയും കൊണ്ട് പുറത്തേക്കിറങ്ങി. അവൾ അവനെ ഒന്ന് നോക്കിക്കൊണ്ട് കാറിലേക്ക് കയറി. അവൻ നേരെ രഞ്ജുവിന്റെ വീട്ടിലേക്ക് തിരിച്ചു. അവൻ റിവ്യൂ മിററിലൂടെ നോക്കിയപ്പോൾ ഭദ്ര എന്തോ ആലോചനയിലാണ്. അവളുടെ ഉള്ളെരിയുന്നത് അവൻ അറിയുന്നുണ്ടായിരുന്നു. ഭദ്ര, അവൻ രക്ഷപ്പെട്ടല്ലേ? അതല്ലേ വേണ്ടത്. പെട്ടെന്ന് അവൻ മരിച്ചാൽ അത് അവന് രക്ഷപ്പെടലാവില്ലേ? എന്താ? അവനുള്ള ശിക്ഷ ഇനിയും ബാക്കിയാണ്. അവന്റെ പ്രാണൻ പിടഞ്ഞകലുന്നത് കാണുന്നത് വരെ. ഭദ്ര അറിഞ്ഞോ, ഇന്നലെ മുതൽ ആര്യനെ കാണാനില്ല. ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചിരുന്നു, ആശുപത്രിയിൽ നിന്നാണ് കാണാതായത്. പോലീസ് ഊർജിതമായി അന്വേഷിക്കുന്നുണ്ട്. ഒപ്പം അവന്റെ തന്ത പ്രസാദും. അവന്റെ ചുണ്ടിൽ വിടർന്ന നിഗൂഢമായ പുഞ്ചിരി അവളുടെ കണ്ണുകൾ ഒപ്പിയെടുത്തിരുന്നു. എടാ ചേട്ടാ എന്ന് വിളിച്ചുകൊണ്ട് കിലുകില ചിരിച്ച് തൻ്റെ അടുത്തേക്ക് ഓടി വരുന്ന ഒരു പെൺകുട്ടിയുടെ മുഖം അവൻ്റെ ഉള്ളിലേക്ക് വന്നു. ഒടുവിൽ കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയ ഒരു ശരീരവും. അവൻ്റെ കണ്ണുകൾ ചുവന്നു കയറി. ദേവനന്ദയും ദേവഭദ്രയും ഒന്നിച്ച് അമ്മയുടെ വയറ്റിൽ നിന്നും പുറത്തേക്ക് വന്നവർ, രണ്ടുപേരെയും തിരിച്ചറിയാൻ കഴിയാത്ത വിധം സാമ്യമുള്ളവർ. മിനിറ്റുകൾക്ക് മുതിർന്നത് ഭദ്രയാണ്. പഠനത്തിൽ മിടുക്കി ഭദ്രയായിരുന്നെങ്കിൽ നന്ദയ്ക്കു പ്രിയം കലയായിരുന്നു. ഡോക്ടറാകണമെന്ന ആഗ്രഹമുണ്ടായിരുന്ന അവൾക്ക് 3 വട്ടം ശ്രമിച്ചുവെങ്കിലും മെഡിസിൻ കിട്ടിയിരുന്നില്ല. അങ്ങനെയാണ് അവൾ ഡിഗ്രിക്ക് ചേരുന്നതും. ഭദ്ര അധികം സംസാരിക്കാത്ത, എന്നാൽ പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രകൃതമാണെങ്കിൽ നന്ദ ഒരു വായാടിക്കുട്ടിയാണ്. എല്ലാവരോടും സൗമ്യമായി മാത്രം പെരുമാറുന്നവൾ. അവർ രണ്ടുപേരും നന്ദയുടെ ഓർമ്മകളിലായിരുന്നു. പെട്ടെന്ന് അവരുടെ വാഹനത്തിനു കുറുകെ ഒരു സ്കോർപിയോ വന്നു നിന്നു. ഹർഷൻ പെട്ടെന്ന് ബ്രേക്കിൽ കാലമർത്തി കാറൊന്നിരമ്പിക്കൊണ്ട് സ്കോർപിയോയെ തൊട്ടുരുമി. ഹർഷൻ പെട്ടെന്ന് കാർ തിരിച്ചു പാഞ്ഞു. പിന്നാലെ ആ സ്കോർപിയോയും. ആളൊഴിഞ്ഞ ഒരു കെട്ടിടം കണ്ടതും ഹർഷൻ കാർ നേരെ അതിനുള്ളിലേക്ക് കയറ്റി. തൊട്ടു പിന്നാലെ വന്ന സ്കോർപിയോയും. അതിൽ നിന്നും പ്രസാദും കയ്യിൽ ആയുധങ്ങളുമായി കുറച്ച് ഗുണ്ടകളും ഇറങ്ങി. അവൻ കണ്ണുകൾ കുറുക്കി അതിലേക്ക് നോക്കി. അവൻ്റെ ഫോണെടുത്ത് വാട്സപ്പിൽ ലൊക്കേഷൻ രഞ്ജിത്തിനും അർജുനും അയച്ചു. എന്നിട്ട് അതിലേക്ക് 2 പേർക്കും മെസ്സേജ് അയച്ചു. ഇഫ് എനിത്തിങ് ഗോൺ റോങ് ഷീ വിൽ കോൾ യു. മേക്ക് ഷുവർ ഭദ്ര ഈസ് സേഫ്. ഐ ആം ഓൺ. എന്നിട്ട് ഭദ്രയുടെ നേർക്ക് തിറഞ്ഞു. എന്ത് സംഭവിച്ചാലും പുറത്തിറങ്ങരുത്. രഞ്ജിത്തിനെയോ അർജുനെയോ വിളിക്കണം. എന്തോ പറയാനാഞ്ഞ ഭദ്രയെ അതിനനുവദിക്കാതെ അവൻ പുറത്തേക്കിറങ്ങി. അവൻ അവരെ നേരിടാനാവുമായിരുന്നെങ്കിലും ഭദ്രയുടെ കാര്യത്തിൽ റിസ്ക് എടുക്കാൻ അവന് കഴിയുമായിരുന്നില്ല. ഹർഷന്റെ മെസ്സേജ് കണ്ട അവർ 2 പേരും ഒന്ന് പകച്ചു. ഏട്ടാ, ഇവിടുന്ന് 25 കിലോമീറ്റർ ഉണ്ട് ഈ ലൊക്കേഷനിലേക്ക്. എന്താ ഇപ്പൊ ചെയ്യാ? ഫ്രഷായി വന്ന ജ്വാല ആകുലത നിറഞ്ഞ അർജുന്റെ മുഖത്തേക്കൊന്ന് നോക്കി. അവന്റെ മുഖഭാവം കണ്ട അവളിൽ വല്ലാത്തൊരു അസ്വസ്ഥത വന്നു മൂടി. അവന്റെ ഈ ഭാവത്തിന് കാരണം അതെന്തു തന്നെയാണെങ്കിലും ആരാണെങ്കിലും അവരുടെ സമയം എണ്ണപ്പെട്ട് കഴിഞ്ഞിരുന്നു. അർജുന്റെ വിഷമം നിറഞ്ഞ മുഖം കണ്ട മാത്രയിൽ അവളുടെ മുഖത്ത് വന്ന മാറ്റവും രഞ്ജിത്തും ശ്രദ്ധിച്ചിരുന്നു. അവന് അത്ഭുതം തോന്നി, ഒപ്പം ഒത്തിരി സന്തോഷവും. എന്താ അർജുൻ, എന്തു പറ്റി? അവനിലെ ആകുലതയ്ക്ക് കാരണമായതിനെ തച്ചുടയ്ക്കാൻ അവളുടെ ഉള്ളം വെമ്പി. അവൻ അവളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവളുടെ മുഖം മെല്ലെ അസുരഭാവം കൈവരിക്കുന്നത് അവൻ കണ്ടു. അവൾ ഉടനെ അവളുടെ ഫ്ലാറ്റിൽ നിന്ന് എടുപ്പിച്ച ബാഗ് തുറന്ന് ഒരു സാറ്റലൈറ്റ് ഫോൺ എടുത്തു. G4 കോളിംഗ്. മോം, എസ് മാം. 2 ഫോട്ടോസ് അയക്കും ആൻഡ് ഒരു ലൊക്കേഷനും. വിത്തിൻ മിനിറ്റ്സ് യു ഗൈസ് ഷുഡ് ബി ദെയർ. മേക്ക് ഷുവർ ബോത്ത് ആർ സേഫ് ആൻഡ് സ്മാർട്ട് ദ റെസ്റ്റ്. ഇസ് ദാറ്റ് ക്ലിയർ? യെസ് മാം. അവളുടെ സ്വരത്തിലെ മൂർച്ച അറിഞ്ഞെന്ന വണ്ണം സ്റ്റീഫൻ മറുപടി നൽകി.
അവൾ അത് തിരികെ ടേബിളിലേക്ക് വെച്ചു. എന്നിട്ട് അവളുടെ ഫോൺ എടുത്ത് അർജുൻ്റെ ഫോണിൽ നിന്ന് അവളുടേതിലേക്ക് ഹർഷൻ്റെയും ഭദ്രയുടെയും ഫോട്ടോ അയച്ചു, ഒപ്പം ആ ലൊക്കേഷനും. എന്നിട്ട് അവൾ അതിനെ സ്റ്റീഫന് ഫോർവേഡ് ചെയ്തിരുന്നു. രഞ്ജിത്ത് ഇതെല്ലാം കണ്ട് കിളി പോയിരിക്കുകയായിരുന്നു. അർജുൻ പിന്നെ ഒരിക്കൽ ഞെട്ടിയതാണ്. ഇനി എപ്പോഴും ഞെട്ടാൻ എനിക്ക് വട്ടാണോ എന്ന മട്ടാണ് അവനിപ്പോൾ. അവൾ അഗ്നിയായിരുന്നു. അവളുടെ പ്രിയപ്പെട്ടവനെ അലസോരപ്പെടുത്തുന്നത് എന്തിനേയും ചുട്ടുചാമ്പലാക്കി സർവം നശിപ്പിക്കുന്ന അഗ്നിജ്വാല. കൈകൊണ്ട് മെല്ലെ മുടിയൊന്നൊതുക്കിക്കൊണ്ട് അവൻ മുന്നോട്ട് നടന്നു. എന്നിട്ട് പോക്കറ്റിൽ നിന്ന് ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടിലേക്ക് വെച്ചു. അത് കണ്ട ഭദ്രയിൽ ഒരു ചിരി വിടർന്നു. എന്താ പ്രസാദേ വഴിതടയിലൊക്കെ? എന്റെ ചെറുക്കനെ കാണാനില്ല. അത് നിന്റെ പണിയാണെന്ന് എനിക്കറിയാം. പിന്നെ എന്റെ കൊച്ചിനെ ഈ അവസ്ഥയിലാക്കിയ ഈ ഡാഷുമോളുടെ റിലീസ് ഇന്നല്ലേ? അപ്പൊ വെറുതെ അങ്ങ് പോകുവാൻ പറ്റുമോ ഹർഷ? പറയടോ മോശമോനെ, എവിടെയാണ് എൻ്റെ മോൻ? നിന്റെ മോനാ എവിടെയാണെന്നറിയാമെങ്കിൽ വല്ലതും പോയി നോക്കടാ. എൻ്റെ ചെറുക്കൻ എന്തെങ്കിലും പറ്റിയാലുണ്ടല്ലോ അടങ്ങടോ. നിന്റെ ഈ ഇത്തിരിപ്പോ നിവന്മാരെയും വിളിച്ചോണ്ട് പോടാ. വെറുതെ വയസ്സാം കാലത്ത് തടി കേടാക്കാൻ നിൽക്കാതെ വീട്ടിൽ ചെന്ന് വല്ല രാമായണവും ഗീതയും ഒക്കെ വായിച്ചിരിക്കുക. പിന്നെ തൻ്റെ മോൻ, അവൻ ഒടുങ്ങാനുള്ളതാ എൻ്റെ പെണ്ണിന്റെ കൈകൊണ്ട്. ചെന്നു മകന്റെ ചിതയ്ക്ക് തീ കൊളുത്താൻ കുളിച്ചീറിനോടെ നിൽക്ക്. പ്രസാദിന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു കയറി. അയാൾ കണ്ണു കാണിച്ചതും 2 ഗുണ്ടകൾ പാഞ്ഞു ചെന്ന് കയ്യിലെ വാൾ അവന് നേരെ വീശി. അവൻ ഒഴിഞ്ഞു മാറി ഒരു കൈ കണ്ട് ഒരു ഗുണ്ടയുടെ വാൾ മറ്റേയാളുടെ നെഞ്ചത്ത് തുളച്ചു കടത്തി. എന്നിട്ട് ഒന്ന് വെട്ടിത്തിരിഞ്ഞ് ആ വാളുകൊണ്ട് ആ ഗുണ്ടയെ തന്നെ കഴുത്തരിഞ്ഞു വിട്ടു. നിമിഷ നേരം കൊണ്ട് 2 പേര് വീണത് കണ്ട പ്രസാദും കൂടെയുള്ളവരും ഒന്ന് പകച്ചു. 3 ഗുണ്ടകൾ ഒന്നിച്ച് അവന്റെ നേർക്കു പാഞ്ഞെടുത്തു. അവൻ ആദ്യം വന്നയാളിന്റെ താടിയെല്ല് നോക്കി തിരിഞ്ഞു ചവിട്ടി. പെട്ടെന്ന് അവന്റെ ഇടതു നെഞ്ചിലായി പ്രഹരമേറ്റു വീണു. പ്രസാദിന്റെ മുഖത്ത് ഒരു കൊലച്ചിരി വിരിഞ്ഞു. അവൻ ചാടി എഴുന്നേറ്റു. ഹർഷന്റെ മുഖമാകെ വലിഞ്ഞു മുറുകി. അവൻ കഴുത്തൊന്ന് കറക്കി ഞൊട്ടയിട്ടുകൊണ്ട് അവനെ ചവിട്ടിയവനെ കയ്യിൽ പിടിച്ച് അടുത്തേക്ക് വലിച്ചു. ശേഷം അവന്റെ കൈ രണ്ടും വശത്തേക്ക് പിരിച്ചൊളിച്ചു. അവൻ വേദന കൊണ്ട് അലർന്നു. അയാളിൽ നിന്നൊരു ആർത്തനാദം ഉയർന്നു. അവൻ അയാളെ താഴേക്കിട്ടിട്ട് നടുവ് നോക്കി ആഞ്ഞു ചവിട്ടി. എല്ലുകൾ നുറുങ്ങുന്ന ശബ്ദം കേട്ട് പ്രസാദ് നടുങ്ങിപ്പോയി. പരിങ്ങി നിൽക്കുന്ന ഗുണ്ടയുടെ അടുത്തേക്ക് ഒരു ചിരിയോടെ അവൻ നടന്നെടുത്തു. അയാളെ നെഞ്ചിലേക്ക് ആഞ്ഞു ചവിട്ടി. ആ ഗുണ്ട തെറിച്ചു വീണു. അവൻ ഓടിച്ചെന്ന് അയാളുടെ കാലുകൾ മടക്കി ഓടിച്ചു. എന്നിട്ട് കഴുത്ത് പിടിച്ച് തിരിച്ചു വിട്ടു. ഹർഷൻ തിരിഞ്ഞു ഭദ്രയെ നോക്കിയപ്പോൾ അവളുടെ മുഖത്തെ അക്ഷമ അവന് ആ അവസ്ഥയിലും ചിരി വന്നു. അവൻ പെട്ടെന്ന് അരയിൽ നിന്നും തോക്കെടുത്തു. അത് കണ്ട പ്രസാദ് ആർത്ത് ചിരിച്ചു. അത് മനസ്സിലായ ഹർഷനിൽ ഒരു പുച്ഛം വിരിഞ്ഞു. അയാൾ കണ്ണു കാണിച്ചതും ബാക്കിയുണ്ടായിരുന്ന ഗുണ്ടകൾ കൂടെ അവന്റെ നേർക്കു പാഞ്ഞു. പെട്ടെന്ന് അവിടെ തുരുതുര വെടിയൊച്ച മുഴങ്ങി. ഗുണ്ടകളെല്ലാം മുട്ടിനു താഴെ വെടിയേറ്റ് നിലത്ത് കിടന്ന് പിടഞ്ഞു. പ്രസാദ് സ്തംഭിച്ചു നിന്നു. പ്രസാദേ, ഇത് സർവീസ് റിവോൾവറാണെന്ന് കരുതിയല്ലേ നീ ചിരിച്ചത്? ഇതിലെ ഓരോ ബുള്ളറ്റിനും കണക്കുണ്ടെന്നതും പിന്നെ ഞാൻ യൂണിഫോമിലും അല്ല. പ്രസാദ് ഒന്നും മിണ്ടിയില്ല. കാരണം അത് സത്യമായിരുന്നു. സർവീസ് റിവോൾവറിൽ ബുള്ളറ്റിന് കണക്കുള്ളത് കൊണ്ട് ഹർഷൻ വെറുതെ പേടിപ്പിക്കാനാണ് എന്നാണ് അയാൾ കരുതിയത്. വെടിവെക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. പ്രസാദേ, ഇതേ ഐറ്റം വേറെയാ, എൻ്റെ പേഴ്സണൽ ഗൺ. പ്രസാദ് വേഗം തിരിഞ്ഞോടാൻ ശ്രമിച്ചെങ്കിലും ഹർഷൻ അയാളുടെ കാലിൽ വെടിവെച്ച് വീഴ്ത്തി. എന്നിട്ട് അയാളുടെ തലയിലേക്ക് തോക്കിന്റെ പിൻഭാഗം കൊണ്ട് ആഞ്ഞു പ്രഹരിച്ചു. അയാൾ ബോധരഹിതനായി വീണു. അവൻ പ്രസാദിനെ എടുക്കാൻ നിന്നതും വെടിയേറ്റി കിടന്ന ഗുണ്ടകളിൽ ഒരുവൻ താഴെ കിടന്ന തോക്കെടുത്ത് ഹർഷന് നേർക്കെ നിറയൊഴിച്ചിരുന്നു. അത് കണ്ട ഭദ്ര നെഞ്ചു തകർന്നു നിലവിളിച്ചു, ഹർഷ.